അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എടി കുഞ്ഞോളെ അതെ, കുഞ്ഞോളുടെ ഹസ്ബൻഡ് ഷാമിലിൻ്റെ അളിയൻ വിളിക്കുന്നു. കുഞ്ഞോളെ. ആ അളിയ. അല്ല, കുഞ്ഞോളെ വിളിക്ക്. കുഞ്ഞോളും ഉമ്മയും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, പോകട്ടെടാ, സമയം ഒരുപാടായില്ലേ. എങ്കിലും അൽഹംദുലില്ലാ ഇത്രയും ടൈം ഇവിടെ നിന്നല്ലോ. കുഞ്ഞോൾക്കും കുട്ടികൾക്കും ഇങ്ങോട്ട് വരാനേ താല്പര്യമില്ല. അതെ, അവളുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ എന്താ ഇപ്പം ഇത്രയും സംസാരിക്കാൻ? എൻ്റെ പൊന്നളിയ, എന്തായാലും ഇന്ന് പോകണ്ട, ഇന്ന് ഇവിടെ നിൽക്കിങ്ങൾ കേട്ടോ. നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ റാഹത്തായടാ. ഇനി പോട്ടെ, ഇനിയിപ്പോൾ എന്താ. കുഞ്ഞോളെ, നേരേതാ അളിയൻ വിളിക്കുന്നു. ആ ഇക്ക എന്നെ വിളിച്ചോ? അല്ല പെണ്ണെ, പോകണ്ടേ ഇക്ക? അത് എന്താ നിനക്ക്? മറ്റത് ഒരു കുട്ടിനെയും കൊണ്ട് വന്നാൽ തന്നെ നീ നിൽക്കൂലല്ലോ ഇക്ക. എന്താ ഞാൻ പറയാം, എനിക്കറിയുന്നില്ല ഇക്ക. എന്താ പറയേണ്ടത് ഇക്ക? നമുക്ക് നാളെ. എൻ്റെ പെണ്ണ്, നീ എന്തീ പറയുന്നത്? ഉമ്മയും ഉപ്പയും അവിടെ ഒറ്റക്കല്ലേ. ഇങ്ങനെ നീ എന്താ പറയുന്നേ പെണ്ണെ? ഇക്ക അത് പിന്നെ ഉണ്ടല്ലോ. എന്താ നിനക്ക് നിൽക്കണമെന്നുണ്ടല്ലേ? അതല്ല നീ ഇങ്ങനെ പറയുന്നത്? അതെ ഇക്ക, സത്യമായിട്ടും ഇന്നിവിടെ വെറുതെ അല്ല. മറ്റത് ഉപ്പാനെ കാണാൻ വന്നാൽ വരെ അവർ തിരിച്ചു പോകും പേടിച്ചിട്ട്. ഇപ്പോൾ പിന്നെ എന്തൊക്കെ തന്നെയായാലും സന്തോഷമാകുന്നുണ്ട് അല്ലേ? അതെ ഇക്ക, സന്തോഷമുണ്ട്. ഞാൻ ഇന്നിവിടെ നമുക്ക്. അല്ല പെണ്ണ്, ഞാൻ പോട്ടെന്നാലും നിങ്ങളിവിടെ നിന്നോളൂ കേട്ടോ. ആണോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇക്കാനെ വിട്ട് ഇക്ക ഇന്ന് നമുക്ക് ഒരുമിച്ച് എന്താ പെണ്ണെ നീ പറയുന്നത്? നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം കേട്ടോ. പോവാണോ? എന്നാൽ അപ്പോഴേക്കും അതാ ഷാമിൽ പറഞ്ഞ അളിയ ഇന്നിവിടെ. അല്ല മോനെ, നിൽക്കാനൊക്കെ കൊതി. പിന്നെ ഇൻഷാ അല്ലാഹ് വരണ്ടേ കേട്ടോ. ഞാൻ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ ആക്കിയിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരുമിച്ച് ഇങ്ങോട്ട് പോയൊരു സന്തോഷമേ ഉള്ളൂ. എന്നാൽ അതാ ഉപ്പ അത് കേട്ടുകൊണ്ട് വരുന്നു. അല്ല മോനെ, എന്താ പോവുകയാണോ? എന്ത് പണിയാ മോനെ പോകല്ലേ. നമുക്കിന്ന് ഇവിടെ ഇരിക്കാന്നേ, ഇവിടെ നമുക്കിന്ന് കഴിയാം. മോൻ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമല്ല. എത്ര കാലമായി മോനൊക്കെ ഇവിടെ വന്നിട്ട്. എന്താ മോനെ? ഉപ്പ, ഞാൻ പിന്നീട് ഒരിക്കലും വരാം. ഇതിപ്പോൾ ഒന്ന് വന്ന് പോകാൻ വേണ്ടി വന്നതല്ലേ. അപ്പോൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ വരാം. മോനെ അങ്ങനെയാണോ? അല്ലേ, ഉമ്മയും ഉപ്പയും ഒറ്റക്കാണ്. ആ അത് ശരി, അങ്ങനെ ആകുമ്പോൾ ഓക്കെയാണ്. ഇനി ഏതായാലും ഉമ്മാനും ഉപ്പാനും കൂട്ടിയും കൂടി വാട്ടോ ഇവിടെ നിൽക്കാൻ. ഇത്രയും വലിയ വീടും കാര്യങ്ങളും സ്ഥലവും എല്ലാം ഉണ്ടായിട്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഉപ്പ ഞങ്ങൾ വരാട്ടോ. എന്തായാലും വരണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ. അങ്ങനെ അതാ ഷാമിൽ അളിയനെ യാത്ര അയക്കാണ്. എന്നാൽ പെങ്ങളും മക്കളും അവിടെ അന്ന് നിൽക്കുന്നതും ഷാമിലിന് വല്ലാത്ത സന്തോഷമായി. അതെ, കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ പെങ്ങളെ മക്കളെ എനിക്ക് വല്ലാതെ ആസ്വദിക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല എൻ്റെ അനിയത്തിമാരും മാഷാ അല്ലാ എത്ര നല്ല സൗഹൃദപരമായ വീട്. അതെ, സമാധാനമുണ്ടായിരുന്നില്ല. എളാമ എപ്പോഴും കുഞ്ഞോള് വരുമ്പോൾ തന്നെ വല്ലാത്ത പ്രശ്നത്തിലായിരുന്നു. എന്തൊക്കെ തന്നെയാലും ഷാമിലിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമാണ് ആയത്. റബ്ബേ പഠിച്ചോനെ, വല്ലാത്തൊരു സന്തോഷം, സമാധാനം എല്ലാം കൂടി ആലോചിക്കുമ്പോൾ. ഇന്ന് കുഞ്ഞോളും മക്കളും വീട്ടിൽ കഴിയുകയാണ് എന്നറിഞ്ഞപ്പോൾ ഷാമിലിന് എന്തെന്നില്ലാത്ത സന്തോഷം. അതെ, പെങ്ങന്മാരും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച്. റബ്ബേ അൽഹംദുലില്ലാ, വല്ലാത്ത ഹാപ്പിനെസ്. എന്നാൽ ഈ സമയം മാജിത്ത അവർക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കുകയായിരുന്നു. അതെ, അവർ പാവം അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടി. മോളെ, കുഞ്ഞോളെ, വാ മക്കൾക്ക് ഭക്ഷണം കൊടുക്ക്, വിശന്നിട്ടുണ്ടാവും അവർക്ക്. എൻ്റെ പൊന്നുമ്മ, അവരിപ്പോഴല്ലേ കഴിച്ചത്. എന്നാലും മോളെ കൊടുക്ക്, ഇതാ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉപ്പാക്ക് ഇതായിരിക്കും ഇഷ്ടം കേട്ടോ. ഉപ്പാക്ക് ഇത് കൊണ്ടേ കൊടുത്തേ. ഞാൻ ഉപ്പാക്ക് ഒരു ഗ്ലാസ് പാല് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാ മോളെ, ഇത് കൊണ്ടുപോയി കൊടുക്ക്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് റാഗി വിറകിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. മോളെ, ഇത് ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുക്ക്. അതെ, ഉപ്പയുടെ ഇഷ്ടവിഭവമായ പാലും റാഗി കാച്ചിയതും അതിൽ അല്പം തേനും ചേർത്തിട്ട് അത് ഉമ്മ അവളുടെ കൈകളിൽ കൊടുത്തു. ഉമ്മ, ഇതുപ്പാക്ക്. അതെ മോളെ, ഇത് കൊടുക്ക്. അങ്ങനെതാ ആ ഉപ്പാക്ക് അത് ഭക്ഷണമായി കൊടുക്കുന്നു. ഉപ്പ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സന്തോഷത്തോടെ ഉപ്പ അത് കഴിക്കുമ്പോൾ ഓർത്തു, അതെ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണല്ലോ റബ്ബേ ഇവൾ ഉണ്ടാക്കി തരുന്നത്.
അതെ, പഠിച്ചോൻ ഓരോന്ന് തോന്നിപ്പിക്കുകയായിരിക്കും. മാഷാ അല്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നും ഈ സ്നേഹം നിലനിർത്തി തരട്ടെ. അതെ, ആ ഉപ്പയുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം അവർ റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, ആ ഉപ്പക്കും മക്കൾക്കും വലിയ സന്തോഷമാണ്. ഉപ്പ ഷാമിൽ ഉപ്പയുടെ അരികിലിരുന്നു. മോനെ വാ കഴിക്കാം. അല്ലുപ്പ, ഇത് ഉപ്പാക്കുള്ള സ്പെഷ്യൽ ഭക്ഷണമാണ്. അല്ല മോനെ, ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. അതെ, എനിക്ക് എൻ്റെ ആരോഗ്യത്തിന് പറ്റിയ ഭക്ഷണം അതൊക്കെ നീ കൊണ്ടുവന്ന ഈ താത്താക്ക് മോനെ നന്നായിട്ട് അറിയാമല്ലോ. ഉപ്പ, അതൊക്കെ പിന്നെ നമ്മളെ വീട്ടിലെത്തിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി പഠിക്കൂലേ. എന്നാലും മോനെ, എനിക്ക് പാകത്തെ മധുരം ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല. അതിന് പകരം ഹണി ചേർത്തിട്ടും അങ്ങനെയൊക്കെയാണല്ലോ മോനെ തരുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളെ ഉമ്മാൻ്റെ സ്നേഹം തന്നെ എനിക്ക് തോന്നുന്നുണ്ട് മോനെ. എന്നാൽ ഷാമിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉപ്പ അതെ, ആ ഒരു സ്നേഹമാണ് നമുക്ക് വരേണ്ടത്. ആ ഒരു വൈബ്, ആ ഒരു സന്തോഷത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. നമുക്ക് ഇത് മാത്രമാണ് ഏറ്റവും നല്ലത്, അല്ലേ ഉപ്പ? അതെ മോനെ, അള്ളാഹു സ്നേഹം നിലനിർത്തി തട്ടെ. മോളെ, കുഞ്ഞോളെ, ആ ഉപ്പ, ആ മോളെ, മക്കളെവിടെ? മക്കൾക്കൊക്കെ അവർ ഫുഡ് കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. മോളെ, ഇങ്ങനെ ഒരു വീട്ടിലേക്ക് ജോലിക്കാരിയെ കിട്ടിയതിന് പടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. എന്നാൽ ആ നിമിഷം തന്നെ കുഞ്ഞോൾ പറഞ്ഞു, അതേ ഉപ്പ, നല്ല ഉമ്മ അല്ലേ, ശരിക്കും ഉമ്മ തന്നെ വിളിക്കുകയാണ് നല്ലത്. മക്കളെ, അതെ, അത് വിളിച്ചോളി. അത് തന്നെയാണ് ഏറ്റവും പവിത്രമായ നാമം. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി അതാ ഷാമിലും കുഞ്ഞോളും കുട്ടികളൊക്കെ ആ വീട്ടിൽ സുഖസുന്ദരമായി കഴിയുന്നു. അന്ന് രാത്രി അവരെല്ലാവരും ഒരുമിച്ചിരുന്നു. ഒരുപാട് നേരം സംസാരിച്ചു. അതെ, ഉമ്മ അവരുടെ കാര്യങ്ങളെല്ലാം കുഞ്ഞോളോട് പങ്കുവെച്ചു. പൊന്നു മോളെ, ശരിയാണ്, നമുക്കൊരിടം അതാണ് ഏറ്റവും വലുത്. ഞാനിവിടെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളാം, എനിക്കൊരു കുഴപ്പമില്ല. എത്ര വേണമെങ്കിലും ഫുഡ് ഉണ്ടാക്കാം, ക്ലീൻ ചെയ്യാം, എല്ലാം ഞാൻ ചെയ്യാം. പക്ഷേ പൊന്നു മോളെ, സമാധാനം അതാണ് ഏറ്റവും വലുത്. നിങ്ങൾ എനിക്ക് തരുന്ന ഈ സ്നേഹം ഞാൻ എങ്ങനെ ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുന്ന എനിക്കറിയുന്നില്ല. മോളെ, സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാൻ കഴിയുകയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സത്യമായിട്ടും ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് ഞാൻ സമാധാനത്തോടു കൂടി ഉറങ്ങി. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്താ മോളെ? ഉമ്മ ഈ സ്റ്റോർ റൂമിൽ കിടത്തം ഒന്ന് നിർത്തണം. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ബെഡ്റൂമുണ്ട്. നമുക്കിവിടെ താഴെ 3 ബെഡ്റൂമും മുകളിൽ 4 ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ വീട്ടിൽ ഉമ്മ ഈ സ്റ്റോർ റൂമിൽ കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പൊന്നുമോളെ, നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. അതെ, എനിക്കെപ്പോഴും ഇഷ്ടം താഴ്മയോട് കൂടി ജീവിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കായിട്ട് പൊന്നുമോളെ ഞാനൊന്നും ചിന്തിക്കണില്ല. സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ എനിക്കുള്ള കാര്യം. മോളെ, സത്യമായിട്ടും എൻ്റെ സുഖമില്ലാത്ത ബാപ്പേനെയും കൊണ്ട് ഞാൻ അവിടെ കിടക്കുമ്പോഴും മനസ്സിനുള്ളിൽ ഭയമായിരുന്നു മോളെ. അത് എന്താ ചെയ്യുക, കല്യാണം കഴിക്കേണ്ട പ്രായത്ത് കഴിക്കാൻ പറ്റിയില്ല എന്നല്ല, അത് പലരും കല്യാണമൊക്കെ അന്വേഷിച്ച് വന്നിരുന്നു. അന്ന് എൻ്റെ ഉമ്മയെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ നിന്നു. പിന്നെ ഞാൻ ഉമ്മയുടെ മരണശേഷം ജോലിക്ക് പോയി. പിന്നെ ഏതായാലും എൻ്റെ ഉപ്പയും മരണപ്പെട്ടു. ശരിയാണ്, അന്ന് വിവാഹകാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരുന്നു. പക്ഷേ എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ ഉമ്മയും ഉപ്പയും ആര് നോക്കുമെന്നുള്ള ഭയമായിരുന്നു. കാരണം എൻ്റെ ആങ്ങളമാരും നാത്തൂമാരൊന്നും എൻ്റെ ഉമ്മയെ നോക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കണ്ടതുകൊണ്ട് എനിക്കൊരിക്കലും അവിടെ വിട്ടു പോകാൻ തോന്നിയില്ല. പിന്നെ എല്ലാവരും നിർബന്ധിച്ചു, ഉമ്മയും ഉപ്പയും നിർബന്ധിച്ചു, പൊന്നു മോളെ ഒരാളുടെ കൈകളിൽ എത്തിച്ചാലല്ലേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു, ഉപ്പാ, എനിക്ക് എൻ്റെ പൊന്നുമ്മയെയും ഉപ്പയെയും നോക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെ തന്നെയാലും നല്ല വിഷമമുണ്ടായിരുന്നു. ഏതായാലും കാരണം എൻ്റെ ആങ്ങളാരൊന്നും ഉപ്പയും ഉമ്മനും തിരിഞ്ഞു നോക്കൂല. അപ്പോൾ പിന്നെ ഞാനായിട്ട് അൽഹംദുലില്ലാ, എന്നാലും എൻ്റെ ഉമ്മാനെ ഉപ്പാനെ ഞാൻ നല്ലോണം നോക്കി മരിപ്പിച്ചതാണ്. ആ ഒരു സമാധാനമുണ്ട്. പക്ഷേ മോളെ പിന്നെ അതിനിടക്കും സമാധാനക്കേട് വന്നു. ഏതായാലും അൽഹംദുലില്ലാ അപ്പോഴേക്കും ഷാമിലെത്തി. ഉമ്മ, ശരിക്കും ഉപ്പ ഇതറിഞ്ഞിട്ടുണ്ടോ? മോളെ, പറയണ്ട, ഉപ്പയോടത് പറയണ്ട ഇപ്പോൾ തന്നെ. കാരണം അത് മോശമല്ലേ. ഞാൻ ഈ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്നൊക്കെ പറയും. ഉമ്മ, അതിനെന്താ? അല്ല മോളെ, എൻ്റെ അപേക്ഷയാണ്, വേണ്ട, അതിപ്പോൾ തൽക്കാലം ഒന്നും അറിയണ്ട.
ഇങ്ങനെ നിന്നോട്ടെ, ഞാനിവിടെ രഹസ്യമായി നിങ്ങൾ എന്താ കൊണ്ടുവരുന്നത് അതൊക്കെ ഞാൻ വെച്ചുണ്ടാക്കി നിങ്ങൾക്ക് തരാം, വീട് ക്ലീൻ ചെയ്ത് തരാം, മക്കൾ കുളിപ്പിക്കലും നോക്കലും ഒക്കെ ഞാൻ ചെയ്തോളാം, അതൊന്നും പൊന്നുമോളെ നിങ്ങൾ ആ കാര്യത്തിൽ വിഷമിക്കണ്ട കേട്ടോ. എന്നാൽ പതുക്കെ പതുക്കെ അതാ ഷാമിലിൻ്റെ ചെറിയ പെങ്ങന്മാരും അവരിലേക്ക് അടുത്തു തുടങ്ങി. നല്ല സ്നേഹത്തോടെ അവർ ഉമ്മ എന്ന് വിളിക്കും. അതെ, ആ മക്കൾ പറയുകയാണ്, ഉമ്മ ഞങ്ങളെ കൂടെ കിടക്കുമോ എന്ന്. ആ മക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. മക്കളെ ഇൻഷാ അല്ലാ ഉമ്മ കിടക്കാം കേട്ടോ, മക്കൾ ഉറങ്ങുന്നവരെ ഉമ്മ കിടക്കാം, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട്. അല്ല ഉമ്മ ഞങ്ങളെ കൂടെ കിടക്കണം, അവർ വാശി പിടിക്കുകയായിരുന്നു, മക്കൾ ഞാൻ വരാം. അങ്ങനെ ഏതാ എല്ലാവരെയും ഭക്ഷണം കൊടുത്ത് ഉറക്കുകയാണ് ആ ഉമ്മ. അതിനിടയിൽ കുഞ്ഞോളുടെ മനസ്സിൽ പല പല ചിന്തകൾ. റബ്ബേ പഠിച്ചോനെ, ഈ ഉമ്മാക്ക് പഠിച്ചോനെ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ, പാവമാണ് എല്ലാം ചെയ്യുന്നുണ്ട്. അതെ, മക്കളുടെ ഡ്രസ്സായിട്ടും എന്തായിട്ടും അത് വാഷിംഗ് മെഷീനിൽ പോലും അലക്കാതെ തരി, ഞാൻ അലക്കിക്കോളാം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അതെല്ലാം വാങ്ങി അലക്കി കൊടുക്കുകയാണ്. മറ്റ് എളാമയാണെങ്കിൽ എല്ലാം അങ്ങ് വാഷിംഗ് മെഷീനിൽ കുത്തി നിറച്ചിട്ട് പണി കഴിക്കലായിരുന്നു. പിന്നീട് ഫോണിൽ കളിച്ചിരിക്കുക. റബ്ബേ എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു സങ്കടം തന്നെ, അതിൽ നിന്ന് സന്തോഷത്തിലേക്ക് വന്നല്ലോ. എന്നാൽ കുഞ്ഞോള് പുലർച്ചെ അടുക്കളയിൽ നിന്നൊരു ശബ്ദം കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. മറ്റൊന്നുമല്ല, പാത്രങ്ങളുടെ ശബ്ദം. അല്ലാ, സമയം ഒരുപാടായോ? എന്നാൽ തഹജ്ജുദ് നമസ്കാരവും ഖുർആൻ പാരായണവും എല്ലാം കഴിഞ്ഞ് സുബ്ഹി നമസ്കാരവും കഴിഞ്ഞ് ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരുന്ന് പിന്നീട് അവർ അടുക്കളയിലെത്തി. അല്ലാ, മക്കൾ ഉണരുമ്പോഴേക്കും ചായയും കടിയൊക്കെ ഉണ്ടാക്കണമല്ലോ. അതെ, അടുക്കള സജീവമായി. ശരിക്കും 6 മണി ആയപ്പോഴേക്കും ശരിക്കും അവൾ കുഞ്ഞോൾ എഴുന്നേറ്റ്. റബ്ബേ ഇന്നലെ കുറേ സംസാരിച്ചതുകൊണ്ട് നേരെ വൈകി റബ്ബേ, പഠിച്ചോനെ അല്ലാ. അവൾ വേഗം നമസ്കരിച്ച് നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഉമ്മ, ആ മോളെ എണീറ്റോ, ഇത് ചായ ഉണ്ടാക്കി വെച്ചിക്കണേ, ഇതാ മോളെ, ഞാൻ ഉപ്പാക്കുള്ളതും ഷാമിലിനുള്ളതും അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളിൽ. എന്തെങ്കിലും ഉപ്പാക്കൊരു എണ്ണപ്പലഹാരമില്ലാത്തൊരു സ്നാക്കും ഞാൻ ഉണ്ടാക്കാറുണ്ട്. കാരണം രാവിലെ എണീറ്റ് വരുമ്പോഴേ വയറ് വല്ലാതെ കാളും. അപ്പം അതിലേക്കൊന്ന് കൂട്ടിയിട്ട് പിന്നെ കുറച്ച് നടന്നൊക്കെ വരുമ്പോഴേക്കും ഞാൻ ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കാറുണ്ട്. അത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് മോളെ. ശരിക്കും ആ ഉമ്മയുടെ പ്രവൃത്തികൾ കണ്ട് അവൾ വരെ അത്ഭുതപ്പെടുകയാണ്. ഉപ്പയുടെ കാര്യത്തിൽ ഞാൻ പോലും ഇത്ര ആക്റ്റീവല്ല, അതായത് ഉപ്പയുടെ കാര്യത്തിൽ ഇത്രമാത്രം എനിക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും അവൾ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. പഠിച്ചോനെ. എന്നാൽ ഈ സമയം ആ ഒരു കാഴ്ച കണ്ട് അവൾ ശരിക്കും ഞെട്ടുകയായിരുന്നു. അതെ, എല്ലാവർക്കുമുള്ള ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചായയും കടിയും പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഉമ്മ. അതെല്ലാം ഉണ്ടാക്കി വെച്ച് ഉമ്മയുണ്ട് നേരത്തെ തന്നെ ചൂലെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. മോള് ചായ കുടിച്ചില്ലല്ലോ, ഇതാവാ ചായ കുടിച്ചോളി, ഇത് കുടിച്ചോളി, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചായ കിട്ടാം. ഉമ്മ, അതൊന്നും വേണ്ട. അല്ല മോളെ, കുടിക്കും, മക്കൾക്ക് എടുത്ത് കൊടുക്കട്ടോ, ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉമ്മ മുറ്റടിച്ചോരി വരാം. എന്നാൽ കുഞ്ഞോള് പറഞ്ഞു, വേണ്ടുമ്മ, ഞാൻ മുറ്റടിച്ചോളാം, തരി. അല്ല മോളെ, ഈ ഒരു ദിവസത്തിന് വിരുന്ന് വന്നിട്ട് ഇവിടെ മുറ്റടിക്കാൻ വന്നതാണോ? അനക്കന്നെ ഇവിടെ വീട്ടിൽ പിടിപ്പത് ജോലിയില്ലേ, ഇങ്ങോട്ട് തന്നയ്യേ. എന്നാൽ അവർ തന്നെ ആ ചൂല് വാങ്ങി വീടിൻ്റെ ചുറ്റുഭാഗത്തും പരിസരവും നന്നായി അടിച്ചു വാരി വൃത്തിയാക്കാൻ തുടങ്ങി. ശരിക്കും കുഞ്ഞോളത് നോക്കി നിന്നു. എന്നാൽ ഉമ്മ അടിച്ചു വാരുമ്പോൾ ഉപ്പയും ഷാമിലും നടത്തമെല്ലാം കഴിഞ്ഞ് വരികയാണ്. എന്നാൽ പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ തട്ടം നല്ല രീതിയിൽ മറച്ച് അവർ മാറി നിന്നു. റബ്ബേ പഠിച്ചോന്, ഞാനാണെന്ന് അറിയണ്ട. അതവർക്ക് വല്ലാത്തൊരു കുറച്ചിലായിട്ട് തോന്നി. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേണ്ട പഠിച്ചോനെ. എന്നാൽ ഷാമിൽ അത് കണ്ട് ചിരിച്ചു. അവൻ മുഖം പൊത്തി. എന്താ മോനെ? ഒന്നുമില്ലപ്പാ. എന്താ നിനക്കൊരു ചിരി? ഏയ് ഒന്നുമില്ല. അങ്ങനെ അവർ കൈ കഴുകി ഫ്രഷായി. ഷാമിൽ അത് കണ്ട് അത്ഭുതപ്പെട്ടു. മാഷാ അല്ലാ ഉപ്പ, ഭക്ഷണമെല്ലാം റെഡി, എല്ലാവരും കഴിക്കാൻ പോരി. എന്നാൽ ആ ഉപ്പ പറഞ്ഞു, മോനെ, നമുക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെട്ട് ഭക്ഷണമെല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട്, അവരെ കൂടി വിളിച്ചേക്ക്. നമ്മളെ ഇടയിൽ അവരും കഴിഞ്ഞോട്ടെ, പാവല്ലേ, അവരിവിടെ ഇരുന്നോട്ടെ, അവർക്ക് വേണ്ടി ഒരു സീറ്റ് ഇവിടെ ഒഴിച്ചിട്ടാ പോരെ. എന്നാൽ ഷാമിൽ പറഞ്ഞു, എൻ്റെ പൊന്നുപ്പ, ഒരു സീറ്റില്ല, 2 അല്ല 3 അല്ല 4 സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. വലിയ ഡൈനിങ് ടേബിളിലാണ്.
പക്ഷെ ഉപ്പ വരാഞ്ഞാൽ എന്ത് ചെയ്യും എൻ്റെ പൊന്നാരുപ്പ? മോനെ പാവമാണ്, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കട്ടോ. എൻ്റെ പൊന്നു മോനെ ഒന്നും ഒരു കുറവും വരുത്തല്ലേ കേട്ടോ. ഇല്ല എൻ്റെ പൊന്നുപ്പ, എല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് മോനെ. ഏതായാലും നിങ്ങളുമ്മാക്ക് പകരം പടച്ച റബ്ബ് തന്നൊരു ഉമ്മയാണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. എൻ്റെ കുട്ടികൾ കുറേ കാലമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്, വരുമ്പോൾ തന്നെ നിങ്ങളെല്ലാം അവരെ ആട്ടി വിടലായിരുന്നല്ലോ അല്ലേ? അതിനൊക്കെ പകരമായിട്ട് പഠിച്ചവനായിട്ട് നമുക്ക് തരികയാണ് പൊന്നു മോനെ. ഏതായാലും ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ മോനെ പള്ളിയിലേക്കൊന്ന് പോകണം ഇന്ന് നമുക്ക്, ഖബർസ്ഥാനിലേക്ക് കേട്ടോ. നിസ്കരിച്ച് പോരുക എന്നല്ലാതെ ഒരാഴ്ചയിൽ മോനെ പോയിട്ട്. ആയിക്കോട്ടെ ഉപ്പ. അങ്ങനെ അതവർ കുളിയും കഴിഞ്ഞ് നേരെ അതാ പെങ്ങളോടും പറയുന്നു, മോളെ ഞങ്ങളൊന്ന് പോയിട്ട് വരാം ഉമ്മാൻ്റെ അടുത്ത്. എന്നാൽ ശരിക്കും അത് കേട്ടപ്പോൾ അവൾ കരഞ്ഞു. ഉപ്പ അതെ പോയിട്ട് വരാട്ടോ, അത് ആ താത്താനോട് പറഞ്ഞേക്ക്. ആയിക്കോട്ടെ. അങ്ങനെയതാ അവർ പള്ളിയിലേക്ക് പോവുകയാണ്. ഉപ്പയുടെ കൂടെ ഷാമിലും ഉമ്മയുടെ ഖബറിനരികിൽ ചെന്ന് അതിൽ മുളച്ച പുല്ലുകളെല്ലാം ആ ഉപ്പ പറിച്ചിട്ടു, സലാം പറഞ്ഞു. പിന്നീട് ഉപ്പയുടേതായ ആ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു. അത് അവർ തമ്മിലുള്ള ഒരു രഹസ്യ സംഭാഷണമായിരിക്കും അത് എന്നതായിരുന്നു അവർ ഷാമിൽ വിചാരിച്ചത്. അത് ശരിക്കും ആ ഉപ്പയുടെ കണ്ണുകൾ നിറയുന്നതും തുടക്കുന്നതും അവൻ കണ്ടു. ഏതായാലും എൻ്റെ ഉപ്പാക്ക് സമാധാനമാകുന്ന രീതിയിൽ ആ ഇത്തയെ കണ്ടു കിട്ടിയതിൽ അവൻ പടച്ച റബ്ബിനെ സ്തുതിച്ചു. എന്നാൽ ഈ സമയം പിതാവ്, എടി നമ്മളെ കുട്ടികളെ നോക്കാൻ ഒരുത്തി അവിടെ ഉണ്ട്. ഏതായാലും എൻ്റെ സ്നേഹം എൻ്റെ കരുതലൊക്കെ ഉണ്ട്. നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ സമാധാനമാണ്, സന്തോഷമാണ്. അതെ മോള് വന്നിക്കണ്, മോളും മക്കളും വന്ന് റാഹത്തോടു കൂടി അവിടെ നിന്നു. ഏത് കാലം നിന്നതാ, ഒരിക്കൽ പോലും മറ്റോള് നിൽക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഏതായാലും ഇപ്പോൾ അവർ നിന്ന് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെ. എൻ്റെ കാര്യത്തിലൊക്കെ അവൾക്ക് നല്ല പിടിപാടാ പെണ്ണേ. എല്ലാം അവൾ ചെയ്യുന്നുണ്ട്, എല്ലാം അവൾ നോക്കുന്നുണ്ട്. അതെ എൻ്റെ എല്ലാ കാര്യവും അവൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരിക്കൽ പോലും അവൾക്ക് അതിലൊരു പിഴവില്ല. സത്യമായിട്ടും ഞാൻ എന്താ നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് എന്തെനിക്കറിയില്ല. അതേ മരിക്കോളത് തുടർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഞാനും നമ്മുടെ മക്കളും. സത്യമായിട്ടും ശരിക്കും ആ പിതാവ് കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞു. പിന്നെ നമ്മളെ മോൻ്റെ കാര്യത്തിലും കൂടി ഒരു തീരുമാനമാകണം. എങ്കിലേ അത് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണടച്ച് എൻ്റെ അടുത്തേക്ക് വരണമെന്നാണ് ആഗ്രഹം. ശരിക്കും ആ പിതാവ് കരഞ്ഞുകൊണ്ട് അത് പറഞ്ഞു. എന്നാൽ ഈ സമയം വീട്ടിൽ ഉമ്മയും കുഞ്ഞോളും കൂടെ സംസാരിച്ചിരിക്കുകയാണ്. എല്ലാം റാഹത്തിനാണ്, നിങ്ങളിവിടെ ഉണ്ടായ സ്ഥിതിക്ക് അൽഹംദുലില്ലാ എന്നത് നിലനിന്ന് പോയാൽ മതി. പൊന്നു മോളെ ഈ കാര്യത്തിലൊന്നും വിഷമിക്കണ്ട. ഉമ്മാക്ക് ഇതിലൊന്നും ബേജാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം മോളെ. വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളെ നോക്കണം, ഉപ്പാനെ നോക്കണം, ഭക്ഷണം ഉണ്ടാക്കണതൊക്കെ ഞാൻ ചെയ്തോളാം. പൊന്നു മോളെ എനിക്ക് പുറത്ത് ഇറങ്ങാൻ പേടിയാനടി, അതാണ് എനിക്ക് പേടി. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തും ചെയ്തോളാം. പുറത്തിറങ്ങി പോകണമൊക്കെ എനിക്ക് ബേജാറാണ് മോളെ. സത്യമായിട്ടും അതെ എന്നെ ആരൊക്കെ പിന്തുടരുന്നുണ്ടോ എന്നൊക്കെ ഒരു തോന്നലാണ്. കാരണം പേടിയാണ് മോളെ. എനിക്കൊരിക്കൽ പോലും തെറ്റായ രീതിയിൽ ജീവിക്കുന്ന ഇഷ്ടമല്ല. അത് ആരൊക്കെ എൻ്റെ കല്യാണക്കാരായിട്ട് ഇപ്പോഴും എൻ്റെ അടുത്തേക്ക് സമീപിക്കും, പേടിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ട മോളെ. സത്യമായിട്ട് എനിക്ക് താല്പര്യമില്ലടി. താല്പര്യം ഇല്ലാഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? ആരെയും കാണുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പേടിയാണ് മോളെ. അതൊക്കെ ഉമ്മ ആ കാര്യങ്ങളും അവരുടെ വിഷമങ്ങളെല്ലാം കുഞ്ഞോളോട് തുറന്ന് പറഞ്ഞു. മോളെ പിന്നെ എനിക്കൊരാഗ്രഹം കൂടി ഉണ്ടടി. നമ്മുടെ ഷാമിൽ മോനെ, ഓനിപ്പോൾ കല്യാണപ്രായമായി നിൽക്കുകയാണ്. അത് അവനക്ക് നല്ലൊരു ജീവിതം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ ഏറ്റവും വലിയൊരു ഇത്. കാരണം അതെ ആ പെണ്ണിനെ കൈപിടിച്ച് കയറ്റാൻ ഞാനിവിടെ ഉള്ളതും ഒന്നുമല്ല. ഞാൻ അവൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ, അവർക്ക് വേണ്ടി എന്ത് ചെയ്ത് കൊടുക്കാനും ഞാനിവിടെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഷാമിൽ ഗൾഫ് പോവുകയാണെങ്കിലും അവളെയും കൂട്ടി കൊണ്ടുപോയും ചെയ്തോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ഉപ്പയുടെയും മക്കളുടെയും കാര്യത്തിലൊക്കെ ഞാനിവിടെ സജീവമായിട്ട് ഉണ്ടാകും. സത്യമായിട്ടും പൊന്നു മോളെ എനിക്ക് ആ കാര്യമൊക്കെ പറയാനുള്ളത്. ഷാമിൽ മോൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ കുറച്ച് വിഷമമാണ്. കാരണം ഓനും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഉപ്പയെ നോക്കലും
മക്കൾ നോക്കലൊക്കെ ആയിട്ട് അവൻ അവൻ്റെ ജീവിതം തന്നെ മറന്നു. ഇനി ഇൻഷാ അല്ലാ നമുക്ക് അതിലൊരു തീരുമാനം എടുക്കണം മോളെ. ശരിക്കും ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട കുഞ്ഞോള് പറഞ്ഞു, അതെ അവന് ശരിയാണ്, നല്ലൊരു ജീവിതമൊക്കെ കൊടുക്കണം. കാരണം ജീവിതം കൊടുക്കാൻ ഞാൻ പറ്റൂല. ഈ ഒരു പ്രായം എന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രായമല്ലേ. പാവം എൻ്റെ കുട്ടി കുറേ ഇടങ്ങാറായിക്കണ്. എന്താ ചെയ്യുക, എളാമക്ക് അത്രക്കും ബുദ്ധിമുട്ടാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പാനും തന്നെ നോക്കൂല, വെള്ളം കൊടുക്കൂല, കുട്ടികളെ കാര്യത്തിൽ ശ്രദ്ധിക്കൂല. കുട്ടികളെ പാവണം ആ മക്കൾ, റബ്ബേ കുട്ടികൾ എന്ത് പഴിച്ചു. എന്നാലും ശരിക്കും അതാ കുഞ്ഞോൾ അത്ഭുതപ്പെടുകയാണ്. അതെ, ഉമ്മ വന്നതിന് ശേഷം മക്കളിലൊക്കെ നല്ല ഉഷാറ് കാണുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വൃത്തിയും വെടുപ്പും എല്ലാം ആ മക്കളിൽ കാണുന്നുണ്ട്. അത് നേരത്തിന് കുളിപ്പിച്ച് കൊടുത്തിട്ടും വസ്ത്രം മാറ്റി കൊടുത്തിട്ടും ഭക്ഷണം കൊടുത്തിട്ടും അങ്ങനെ നല്ല ഒരു ചിട്ടയായ ഉത്തരവാദിത്തങ്ങളാണ് ആ ഉമ്മ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമാവുകയാണ് കുഞ്ഞോക്ക്. എന്നാൽ ഈ സമയം അതാ അളിയൻ വിളിക്കുന്നു, മോളെ കുഞ്ഞോളെ എൻ്റെ ഫോൺ തട്ടി ബെല്ലടിക്കണ്. ആരാ? ഇതാ ഇക്കാന്നാ പറഞ്ഞത്. ആ ഹലോ ഇക്ക. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എങ്ങനെയുണ്ടടി? കുറേ കാലത്തിന് ശേഷം അവിടെ ജീവിച്ചിട്ട്. എൻ്റെ പൊന്നിക്ക, സത്യം പറഞ്ഞാൽ നിങ്ങളില്ലാത്തൊരു മിസ്സിങ് ഉണ്ട്. പക്ഷേ എന്നാലും എൻ്റെ പൊന്നിക്ക വല്ലാത്തൊരു, പഠിച്ചവനോട് എങ്ങനെ നന്ദി പറയേണ്ട അറിയുന്നില്ല. സാധാരണ ഞാൻ എളാമുള്ളപ്പൊക്കെ നിന്നിട്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ മക്കൾക്ക് എന്തെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം, അവരെ ഭാഗത്തേക്ക് വരൂല, അങ്ങനത്തെ ഇതൊക്കെയാണല്ലോ. പക്ഷേ ഞാൻ എണീറ്റപ്പോഴേക്കും എല്ലാം അടുക്കളയൊക്കെ സജീവമാണ്. സത്യമായിട്ട് എന്നെ ഒരു പണിയെടുപ്പിക്കാനും അയക്കണില്ല. ഈ ആ കുട്ടികളെയും കൊണ്ട് അവിടെ ഇരുന്നോ, ഈ ഇപ്പോൾ ഇവിടുത്തെ പണിയെടുക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നു ഇക്ക സത്യമായിട്ടും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോണ്. അവർ നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കണം എന്ന് തന്നെ തോന്നാണ്. ആ സംരക്ഷണം കൊടുത്തല്ലോ, അൽഹംദുലില്ലാ, റാഹത്തനല്ലേ, നല്ല രീതിയിലുള്ള സംരക്ഷണം കൊടുത്തില്ലേ, അതൊക്കെ ശരി തന്നെയാണ് ഇക്ക. പക്ഷേ എനിക്കിങ്ങനെ തോന്നുകയാണ്, നമ്മൾ ഉമ്മാന്നൊക്കെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഉമ്മാന്ന് വിളിക്കാൻ ഒരു എന്താ വിളിച്ചൂടാ, അതിനിപ്പോൾ എന്താ, അതല്ല നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി. നീ എന്താ പെണ്ണ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഇക്കാക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുന്നുണ്ടാവും കാര്യങ്ങൾ. ആ അങ്ങനെ ആ കാര്യത്തിലൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് എന്തെങ്കിലുമൊക്കെ, അല്ലടി ഷാമിലിൻ്റെ കല്യാണം നമുക്ക് എന്തെങ്കിലും അതും നോക്കണ്ടേ? അതെ അതും വേണം. പിന്നെ അവരെ ഒന്ന് നമ്മൾ സ്വന്തമാക്കി എടുക്കും വേണം. അതിനെന്താ പെണ്ണ, അവർ നമ്മളെ വീട്ടിൽ തന്നെ അല്ലേ ഇക്ക. എന്നാലും നമുക്കിത് കാര്യമായിട്ടൊന്ന് ആലോചിക്കണം കേട്ടോ. അല്ല പെണ്ണേ, ഷാമിലിൻ്റെ കാര്യത്തിൽ അവൻ ഗൾഫിൽ നിന്ന് ഏതൊരു പെണ്ണിനെ കണ്ടുവെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിന്. എൻ്റെ പേരെന്താ പറഞ്ഞത്? ആ അത് ബുഷി എന്ന് പറഞ്ഞ അവളല്ലേ? അതിക്ക ആ പെണ്ണിനൊക്കെ കെട്ടിച്ച് പോയിട്ടുണ്ടാവില്ലേ? ആര് പറഞ്ഞു? നമുക്കൊന്ന് അന്വേഷിച്ചെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താ? അവനെ ആഗ്രഹിച്ചൊരു പെണ്ണുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിപ്പിക്കുന്നതിനേക്കാളും നല്ലത് മനസ്സിലേക്ക് ആഗ്രഹം വന്ന ഒരു വ്യക്തിയെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം സന്തോഷമാവൂലേ? അതല്ലേ പെണ്ണ് നല്ലത്. ഇക്ക അതൊക്കെ കെട്ടിച്ച് പോയിട്ടുണ്ടാവും. ഇക്ക നിങ്ങൾ എന്തേ പറയുന്നത്? ആര് പറഞ്ഞു? അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കെട്ടിച്ചൊന്നും പോയിട്ടുണ്ടാവില്ല. അതൊക്കെ ഇൻഷാ അല്ലാ നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. എന്ത് ഈ പറയണത്? കെട്ടിച്ച് പോവുക ഇക്ക? അതിനെക്കുറിച്ചൊന്നും ഞാൻ എന്നാൽ ഷാമിലിനോട് ഒന്ന് വന്നിട്ട് ചോദിച്ച് നോക്കിയിട്ട് പറയാട്ടോ. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഉപ്പയും ഷാമിലും അങ്ങോട്ട് വന്നു. മോനെ ഷാമിലേ. ആ എന്തേ ഇത്ത? അല്ലടാ അളിയനൊക്കെ തിരക്കൂട്ടുണ്ട് കല്യാണത്തിൻ്റെ കാര്യം. കല്യാണക്കാര്യോ? ആരുടെ? അത് നമുക്ക് ഇൻഷാ അല്ലാ റെഡിയാക്കാം. നമുക്ക് അതല്ലടാ ഉപ്പാൻ്റെ എന്നല്ല പറഞ്ഞത്, നിൻ്റെ കാര്യം. ബെസ്റ്റ്. എന്തെൻ്റെ പൊന്നിത്തങ്ങളീ പറയണത്? എൻ്റെ ഉപ്പാക്കൊരു സന്തോഷ ജീവിതമാണ് ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നത്. അതെങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വേണ്ടേ നമുക്ക്? അല്ല മോനെ, നീ കല്യാണപ്രായമായി നിൽക്കുകയാണ്. അല്ല ഈ ഇന്നാൾ പറഞ്ഞിനല്ലോ ഒരു പെണ്ണിൻ്റെ കാര്യം. എന്നാൽ അത് കേട്ടപ്പോൾ ഷാമിലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ശരിക്കും ഇത്തയുടെ മുഖത്തേക്ക് നോക്കി. അതൊന്നും നമുക്ക് ശരിയാവില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? അല്ലേ അത് എന്താന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട പെണ്ണേ. ഷാമിൽ പറയടാ, എന്താ അങ്ങനെ പറയുന്നത്? ഇത്താൻ്റെ കുട്ടി എന്താ അങ്ങനെ പറയുന്നത്? സ്നേഹത്തോടെ അവൾ ചോദിക്കുന്നു. അത് സംഭവം എന്താന്ന് വെച്ചാൽ ഒന്നുമല്ല. അതായത് ഈ ഉപ്പാൻ്റെ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എളാമയുടെ കാട്ടിക്കൂട്ടലും കുട്ടികളുടെ വിഷമങ്ങളും എല്ലാം കൂടി ആയപ്പോഴേ എനിക്ക് തോന്നിയടാ എൻ്റെ ജീവിതത്തിന് ഒരിക്കലൊരു പേർച്ച ഉണ്ടാവില്ല. കാരണം
ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, സംരക്ഷിക്കണം. ഇതൊക്കെ എനിക്കുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതം നമുക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്ന് കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. അത് അവർക്ക് വിവാഹപ്രായത്തിൽ അവരുടെ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ച് വിടും. അത് സ്വാഭാവികമാണ്. നമ്മൾ വീണ്ടും അതിനേക്ക് അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അള്ളാഹു നൽകാനുള്ളതാണെങ്കിൽ നൽകിയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് അതെ ആ പെൺകുട്ടിയുടെ ജീവിതം വെറുതെ കഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനായിട്ട് തന്നെ ഒഴിച്ചു വിട്ടു. കാരണം നമ്മുടെ എളാമയുടെ ആ ഒരു കാട്ടിക്കൂട്ടലുകളും ഉപ്പയുടെ വിഷമങ്ങളും കുട്ടികളും അതൊക്കെ ഇനിയിപ്പോൾ ആ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്തിനേക്കാളും നല്ലത് വെറുതെ അവർ നല്ല സുഖസുന്ദരമായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനായിട്ട് തന്നെ പറഞ്ഞാൽ നിങ്ങൾ വേറെ നോക്കിക്കോളി എന്നുള്ളത്. മോനെ ഷാമിലേ, നീ എന്താടീ പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ കുട്ടിയെ? നല്ലൊരു പെൺകുട്ടിയാണെന്നൊക്കെ അല്ലേ പറഞ്ഞു കേട്ടിൻ്റെത്. മോനെ നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? എൻ്റെ പൊന്നിത്ത, ഞാൻ പിന്നെന്താ ചെയ്യാം? ശരിയാണ്, ഗൾഫിൽ വെച്ച് കണ്ടുമുട്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടായെങ്കിൽ നമ്മളെ വിവാഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക. ഇത് സമാധാനമില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും മനസ്സിക്ക് ഭയങ്കര ഇടങ്ങാറായിരുന്നു. എനിക്ക് എല്ലാം കൂടി ആലോചിച്ചിട്ട് ഒരു ടെൻഷനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് ആ കുട്ടിയെ ഫ്രീ ആയി വിട്ടത്, ആ കുട്ടിയെ ജീവിതത്തിലേക്ക് അഴിച്ചു വിട്ടത്. അത് ഞാൻ തന്നെയാണ്. ജീവിച്ചോട്ടെ സുഖസുന്ദരമായി, നമ്മുടെ ഇടുങ്ങിയ ജീവിതത്തിലേക്ക് അവൾ വരണ്ട എന്ന് ഞാനായിട്ട് തന്നെയാണ് അത് ഉറപ്പിച്ചത്. സത്യമായിട്ടും ശരിക്കും അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമായി. ഷാമോനെ വേണ്ടില്ലായിരുന്നടാ, നമുക്കൊന്നും കൂടി അന്വേഷിച്ച് നോക്കാം കേട്ടോ ആ കാര്യത്തെക്കുറിച്ച്. വേണ്ടത്താ, ഇനി അത് നോക്കണ്ട, അതൊക്കെ പോയി. അവളൊക്കെ നിക്കാഹ് കഴിച്ച് സുഖസുന്ദരമായി ജീവിച്ചോട്ടെ, നമ്മളിനി ശല്യപ്പെടുത്തണ്ട. അല്ല അതിനെന്താ, ഒന്ന് സംസാരിച്ച് നോക്കാം നമുക്ക് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് അതന്നെ ആക്കാലോ. ഇത്താത്തയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഷാമിൽ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. പിന്നീട് പറഞ്ഞു, എന്തിനാണ് വേണ്ട, നമ്മൾ ആവശ്യമില്ലാത്തതിലേക്ക് ഇടപെടണ്ട. അവർ നല്ല രീതിയിൽ നല്ല മട്ടത്തിൽ ജീവിച്ചോട്ടെ. അതെ, അവർ വിവാഹമൊക്കെ നോക്കിക്കോട്ടെ. എടാ എന്താ ഇപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്? എല്ലാം ഇല്ലേ നിനക്കിവിടെ? വലിയൊരു വീടുണ്ട്, കാറുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്താ നിനക്ക്? വേണമെങ്കിൽ നിനക്കുള്ള ഗൾഫിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. എന്താ? അതൊക്കെ ശരിയാണ്. പക്ഷേ അവളൊരു പക്ഷേ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ ഷാമിലിന് അത് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉള്ളതായിട്ട് അതാ കുഞ്ഞോൾക്കും തോന്നുകയാണ്. എന്തായാലും കുഞ്ഞോൾക്ക് വാശി എന്തായാലും വേണ്ടില്ല, വിവാഹം അതിനെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കണം കേട്ടോ. അന്വേഷിച്ചിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നിത്ത, വെറുതെ എന്തിനാ കിട്ടാത്തത് ആഗ്രഹിക്കുന്നത്? കിട്ടാത്ത മുന്തിരി പുളിക്കൊന്നല്ലേ? അത് പുളിയാണ്, അത് കിട്ടൂല. അത് നോക്കിയിട്ട് കാര്യമില്ല, അത് പോട്ടെ. എന്നാൽ കുഞ്ഞോൾക്ക് അത് വല്ലാത്ത ഒരു തിരിച്ചടിയായി. കുഞ്ഞോൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമായി. പക്ഷേ കുഞ്ഞോൾ ചിലത് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അതെ, അളിയൻ വരട്ടെ, കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം. അവളും വിചാരിക്കുന്നു. എന്തായിരിക്കും അവർ വിചാരിക്കുന്നത്? കുഞ്ഞോൾ എന്തായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.